എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ബീട്രൂട്ട് കൊണ്ടുള്ള വടയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരക്കപ്പ് കടലപ്പരിപ്പ് 2 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. തരിതരിപ്പായാണ് അരയ്ക്കേണ്ടത്. ഈ ഒരു തരത്തിലാണ് അരയ്ക്കേണ്ടത്. പരിപ്പുകൾ കഷ്ണങ്ങളായി കിടക്കേണ്ട ആവശ്യമില്ല, എന്നാൽ വല്ലാതെ സ്മൂത്ത് ആവാനും പാടില്ല. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. 1 ടീസ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ അരിപ്പൊടി, ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ബീട്രൂട്ട്, മീഡിയം സൈസുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞ സവാള, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെറിയ ഉള്ളികളാക്കാൻ പറ്റണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി വട പോലെ പരത്തിയെടുക്കാം. ഈ ഒരു കനത്തിൽ പരത്തിയെടുത്ത ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. തിരിച്ചിടാം. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ചിടാം. ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി എടുക്കാം. ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. പുറമെ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. വളരെ ടേസ്റ്റിയായ ബീട്രൂട്ട് വടയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബീട്രൂട്ടിൻ്റെ ചെറിയൊരു മധുരവും എരിവും എല്ലാം ചേരുമ്പോൾ നല്ല രുചിയാണ്.